കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോൺ പ്ലേറ്റിനെ കുറിച്ചിട്ടാണ് അല്ലേ. സോൺ പ്ലേറ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സോൺ പ്ലേറ്റ് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യും, അതെന്താണെന്നുള്ള കാര്യമൊക്കെയാണ്. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരു സോൺ പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് പ്ലേറ്റ് ആണ്. അതിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നു, സർക്കിൾസ് വരച്ചിരിക്കുന്നു. ആ സർക്കിൾസ് എങ്ങനെയെങ്കിലും വരച്ചാൽ പോരാ. സർക്കിൾസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ റൂട്ടിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ആ രീതിയിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. എന്നിട്ട് വെറുതെ സർക്കിൾ വരയ്ക്കുകയല്ല, അതിനൊപ്പം ഓൾട്ടർനേറ്റ് സർക്കിൾസിനെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ആനുലാർ സോൺസിനെ നമ്മൾ ഡാർക്കൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കിട്ടുന്ന ഒന്നാണ് സോൺ പ്ലേറ്റ് അല്ലേ. അപ്പോൾ എന്താണ്, ഒരു ഗ്ലാസ് പ്ലേറ്റ് എടുത്തു, അതിനകത്ത് സർക്കിൾസ് വരയ്ക്കുന്നു. സർക്കിൾസ് കോൺസെൻട്രിക് സർക്കിൾസ് വരയ്ക്കുകയാണ്. സർക്കിളിൻ്റെ റേഡിയസ് എങ്ങനെയായിരിക്കും, നാച്ചുറൽ നമ്പറിൻ്റെ റൂട്ടിന് പ്രപ്പോർഷണലായിട്ടായിരിക്കും റേഡിയസ് വരിക. എന്നിട്ട് ഓൾട്ടർനേറ്റ് ആനുലാർ സോൺസിനെ നമ്മൾ ഡാർക്കൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് സോൺ പ്ലേറ്റ്. എന്നിട്ട് എത്തരത്തിലൊരു സോൺ പ്ലേറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യും, രണ്ട് രീതിയിൽ കൺസ്ട്രക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈവൻ സോൺസ് ബ്ലാക്കായിട്ട് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് സോൺ പ്ലേറ്റ്. അതേപോലെ ഓഡ് സോൺസ് ആണ് ഒപ്പേക്ക് അല്ലെങ്കിൽ ബ്ലാക്കായിട്ട് വരുന്നതെങ്കിൽ നെഗറ്റീവ് സോൺ പ്ലേറ്റ് അല്ലേ. എന്നിട്ട് അതിൻ്റെ പിക്ചറൊക്കെ കാണിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സോൺ പ്ലേറ്റിൻ്റെ തിയറിയാണ് അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പിക്ചർ കാണിച്ചിരുന്നു. അപ്പോൾ ഇതാണ്, ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ സോൺ പ്ലേറ്റ്. ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഇതൊരു സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു സോൺ പ്ലേറ്റ് കോൺവെക്സ് ലെൻസിനെ പോലെ ആക്ട് ചെയ്യുന്നു. അതായത് സോൺ പ്ലേറ്റിൽ നിന്നും ഒരു അകലത്തിൽ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, സോൺ പ്ലേറ്റിൽ നിന്ന് ഒരിടത്ത് ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്യൂട്ടബിൾ ഡിസ്റ്റൻസിൽ നമുക്ക് ഈ ലൈറ്റിൻ്റെ ഇമേജ് ഫോം ചെയ്യിക്കാം. ഓക്കെ, ഈ സോഴ്സിൻ്റെ ഇമേജ് ഇതാ ഇവിടെ ഫോം ചെയ്യിക്കാം. ഏതുപയോഗിച്ചിട്ട്, ഈ സോൺ പ്ലേറ്റ് ഉപയോഗിച്ചിട്ട്. സാധാരണ കോൺവെക്സ് ലെൻസാണ് എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റിൻ്റെ ഇമേജ് തരുന്നത്. അപ്പോൾ അതേപോലെ സോൺ പ്ലേറ്റ് ഉപയോഗിച്ചും നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും ഒരു സോൺ പ്ലേറ്റ് കോൺവെക്സ് ലെൻസിനെ പോലെയാണെന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു. എന്താണ്, ഈ രണ്ട് ലൈറ്റ് അല്ലേ, ഇപ്പോൾ ഈ പോയിൻ്റ് പിയിലെ ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ ഈ സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് വരുന്ന എല്ലാ റേസിനെയും നമുക്ക് കൺസിഡർ ചെയ്യണം അല്ലേ. ഒരു റേ ഇങ്ങനെ വരുന്നുണ്ട്, ഒരു റേ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. പല റേസും വരുന്നുണ്ടായിരിക്കും. അതിൽ നമ്മൾ ഈ രണ്ട് റേനെ മാത്രം കൺസിഡർ ചെയ്യുകയാണ്. ഏതൊക്കെയാണ്, SOPയും SMNPയും. ഈ രണ്ട് റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ച് നോക്കി. ഓക്കെ, രണ്ട് റേ ഓഫ് ലൈറ്റിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ പാത്ത് ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. അത് നമുക്ക് കിട്ടി RN²/2 × 1/a + 1/b എന്ന് കിട്ടി. എന്നിട്ട് നമ്മൾ വിചാരിക്കുകയാണ്, നമ്മൾ ഈ M കൊണ്ട് കാണിച്ച അല്ലേ, ഈ MN കൊണ്ട് കാണിച്ചത് nth സോൺ ആണെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇഫ് ഇറ്റ് ഈസ് ദ nth സോൺ, അങ്ങനെയെങ്കിൽ ഈ റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് n λ/2 ആയിരിക്കും അല്ലേ. അടുത്തടുത്തുള്ള സോണുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്, ലൈറ്റ് അടുത്തടുത്ത സോൺസിൽ നിന്നും വരുന്ന ലൈറ്റ് റേ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് λ/2 ആയിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് സോണും nth സോണും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും, n λ/2. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ച പാത്ത് ഡിഫറൻസിനെ n λ/2ലേക്ക് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ച പാത്ത് ഡിഫറൻസ്. അത് n λ/2ന് ഈക്വൽ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, RN² കണ്ടുപിടിക്കാം. അപ്പോൾ RN² കണ്ടുപിടിക്കുക, അതിൽ നിന്ന് റൂട്ട് എടുത്താൽ RN കിട്ടും. അപ്പോൾ RNൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, nth ഹാഫ് പീരീഡ് സോണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ നാച്ചുറൽ നമ്പറിന് പ്രപ്പോർഷണൽ ആയിരിക്കും. റൂട്ട് n ഈസ് എ നാച്ചുറൽ നമ്പർ അല്ലേ. nth സോണാണ് റൂട്ട് 10ൽ വരുന്നത്. അതായത് തേർഡ് സോൺ ആണെങ്കിൽ റൂട്ട് 3 ആയിരിക്കും. തേർഡ് സോൺ വിൽ ബി പ്രപ്പോർഷണൽ ടു റൂട്ട് 3.
ഫസ്റ്റ് സോൺ വിൽ ബി പ്രൊപ്പോർഷണൽ ടു √1, സെക്കൻഡ് സോൺ √2, അങ്ങനെ nth സോൺ വിൽ ബി പ്രൊപ്പോർഷണൽ ടു √10. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം റേഡിയ ഓഫ് ഹാഫ് പീരീഡ് സോൺസ് ആർ പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. നമ്മളൊരു വേവ് ഫ്രണ്ടിനെ പല ഫ്രെനൽ സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മളൊരു പോയിന്റിൽ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ആ വരുന്ന വേവ് ഫ്രണ്ടിനെ നമ്മൾ സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ സോണിൽ നിന്നും എത്രത്തോളം ലൈറ്റാണ് ആ പോയിന്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആ പോയിന്റിലെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്നത് അല്ലേ? ഇതാണ് നമ്മുടെ ഫ്രെനൽസ് തിയറി പറയുന്നത് അല്ലേ? ഒരു പോയിന്റിലെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അതിലേക്ക് വരുന്ന വേവ് ഫ്രണ്ടിനെ ഫ്രെനൽ സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ഫ്രെനൽ സോണിൽ നിന്നും എത്രത്തോളം ലൈറ്റ് ആ പോയിന്റിലേക്ക് എത്തുന്നു, ഇതാണ് നമ്മൾ ചെയ്യുന്ന മാത്തമെറ്റിക്കൽ കൺസെപ്റ്റ്. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ഉള്ള അപ്പോൾ അവിടെയെല്ലാം പറഞ്ഞ ഈ സോണുകളെന്ന് പറയുന്നത് ഒരു ഇമാജിനറി കൺസെപ്റ്റാണ്. വരുന്ന വേവ് ഫ്രണ്ടിനെ നമ്മൾ കുറച്ച് ഇമാജിനറി സോണുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തതാണ്. പക്ഷേ ഈ സോൺ പ്ലേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ? അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആക്ച്വൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിനകത്ത് നമ്മൾ എന്ത് വരച്ചിരിക്കുകയാണ്? ഓരോ സോണുകളായിട്ട് വരച്ചിരിക്കുകയാണ്. അതിൽ തന്നെ ഓൾട്ടർനേറ്റ് സോൺസിനെ ഡാർക്കൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ആക്ച്വൽ സംഭവമാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൈറ്റ് വരുന്ന പാത്തിൽ ഈ സോൺ പ്ലേറ്റിനെ വെക്കുകയാണ്. എന്നിട്ട് അതിന് കുറച്ചപ്പുറത്തായിട്ട് നമ്മളൊരു സ്ക്രീനും വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ സ്ക്രീനിൽ ഒരു പോയിന്റിൽ വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഓരോ സോണിൻ്റെയും കോൺട്രിബ്യൂഷൻ നമ്മൾ എടുക്കണം. നമ്മൾ ഈ വെച്ച സോൺ പ്ലേറ്റിലെ ഓരോ സോണിൽ കൂടെയും എത്രത്തോളം ലൈറ്റ് ആ പോയിന്റിലേക്ക് എത്തുന്നു അല്ലേ? നമ്മൾ ആ ഫിഗർ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ പറയാം. ഈ ഫിഗർ തന്നെ നോക്കുക. ഇതിൽ ഓരോന്നും ഈ കാണിച്ചിരിക്കുന്ന ഓരോന്നും ഓരോ സോണുകളാണ്. ഈ ഓരോ സോണിലൂടെയും എത്രത്തോളം ലൈറ്റ് ഇവിടെ എത്തുന്നു, ഈ സോണിൽ നിന്ന് എത്ര എത്തുന്നു, ഈ സോണിൽ നിന്ന് എത്ര എത്തുന്നു, അങ്ങനെ ഓരോ സോണിൽ നിന്നും എത്രത്തോളം ലൈറ്റ് ആ പോയിന്റിലേക്ക് എത്തുന്നു. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മൊത്തം സമ്മായിരിക്കും അവിടെ കിട്ടുന്ന ഇൻറ്റൻസിറ്റി അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ സ്ക്വയർ റൂട്ടായിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ്. ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഓരോ സോണിൽ നിന്നും വരുന്ന കോൺട്രിബ്യൂഷനെ ആഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത് എത്തരത്തിൽ വരും നോക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ സോണിൽ നിന്നുമുള്ള കോൺട്രിബ്യൂഷൻ 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചല്ലോ, ഓരോ സോണിൽ നിന്നും വരുന്ന ലൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ലൈറ്റിനെ തീരുമാനിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ആ സോണിൻ്റെ ഏരിയ എത്രയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ പിയിലേക്ക് എത്തുന്ന ലൈറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ തീരുമാനിക്കുന്നത്, അതായത് ഒരു സോണിൽ നിന്നും ഒരു പർട്ടിക്കുലർ സോണിൽ നിന്നും പിയിലേക്ക് എത്തുന്ന ആംപ്ലിറ്റ്യൂഡിനെ തീരുമാനിക്കുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫാക്ടർ ആ സോണിൻ്റെ ഏരിയ. രണ്ടാമത്തെ ഫാക്ടർ ആ പോയിന്റിൽ നിന്നും ഈ സോൺ എത്ര അകലത്തിൽ കിടക്കുന്നു, ഡിസ്റ്റൻസ് ഓഫ് ദ സോൺ ഫ്രം പോയിന്റ് പി. മൂന്നാമത്തത് ഒബ്ലിക്വിറ്റി ഫാക്ടർ, അല്ലെങ്കിൽ ഈ സോണ് ആ പോയിന്റിൽ നിന്നും എത്ര ചരിഞ്ഞ് കിടക്കുന്നു, എത്ര ചരിവിലാണുള്ളത് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ഇതിൻ്റെ ഡൈഫ്രാക്ഷൻ തുടങ്ങിയ സ്ഥലത്ത് നമ്മളിതൊക്കെ ഈ 3 ഫാക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഓരോ ഫ്രെനൽ സോൺസിൽ നിന്നുമുള്ള കോൺട്രിബ്യൂഷൻ എത്ര വരുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 3 ഫാക്ടർ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ സോൺ പ്ലേറ്റിൻ്റെ കേസിലും ഈ 3 ഫാക്ടേഴ്സാണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഏരിയ ഓഫ് ദ സോൺ, ഡിസ്റ്റൻസ് ഓഫ് ദ സോൺ ഫ്രം പി, ഒബ്ലിക്വിറ്റി ഓഫ് ദ സോൺ, ഈ 3 കാര്യങ്ങൾ. അപ്പോൾ ഇനി ഓരോ ഫാക്ടറായിട്ട് നമുക്ക് പ്രത്യേകം എടുത്ത് നോക്കാം. ആദ്യത്തത് nth സോണിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് കോൺസെൻട്രിക് സർക്കിൾസാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഓരോ സോണും ഓരോ ആനുലാർ റീജിയനായിട്ട് വരുന്നത് അല്ലേ? കംപ്ലീറ്റ് സർക്കിളല്ല. ഫസ്റ്റ് സോൺ മാത്രമാണ് ഒരു സർക്കിൾ കിട്ടുക. സെക്കൻഡ് സോൺ എന്ന് പറയുന്നത് R1 റേഡിയസും R2 റേഡിയസും ഉള്ള 2 സർക്കിൾ വരച്ചിട്ട് ഇതിനിടയിലുള്ള ആനുലാർ റീജിയനാണ് സെക്കൻഡ് സോൺ അല്ലേ? നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിഗർ വരച്ച്
കണ്ടോ, ഈ ഫസ്റ്റ് വണ്ണാണ്. ഇതാ ഇപ്പോൾ ഞാനൊരു കളർ കൊണ്ട് മാർക്ക് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് സോൺ അല്ലേ. ഇതിനിടയിലുള്ള ആനുലർ റീജിയനാണ് സെക്കൻഡ് സോൺ. ഇത് തേർഡ് സോൺ. അത്തരത്തിൽ നമുക്ക് കിട്ടുന്നത് ആനുലർ റീജിയൻസ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ nth സോൺ എന്ന് പറയുന്നത് Rn റേഡിയസ് ഉള്ള സർക്കിളും Rn-1 റേഡിയസ് ഉള്ള സർക്കിളിനും ഇടയിൽ കിട്ടുന്ന റീജിയനാണ് അല്ലേ. Rn റേഡിയസ് ഉള്ള സർക്കിളും Rn-1 റേഡിയസ് ഉള്ള സർക്കിളും വരച്ചു കഴിഞ്ഞാൽ അതിന് ഇടയിൽ കിട്ടുന്ന റീജിയനാണ് എന്ത്, nth ഹാഫ് പീരീഡ് സോൺ. അപ്പോൾ എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് nth സോൺ ഈസ് πRn². Rn റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഏരിയ മൈനസ് Rn-1 റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ അതെന്ത് കിട്ടും? nth സോണിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ Rn നമ്മുടെ വാല്യൂ നമുക്കറിയാം. Rn ഈസ് √AB/A+B ഇൻറ്റു √n⁴. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ Rn-1നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ വ്യത്യാസം വരുന്ന എന്തിന് മാത്രമാണ്? ഇവിടെ n വരുന്നിടത്ത് ഇവിടെ n-1. ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. √n വരില്ലേ, നാച്ചുറൽ നമ്പറിൻ്റെ റൂട്ട് വരണം എന്നുള്ളത്. ഒരിടത്ത് √n വരും, ഇവിടെ എന്ത് വരും? √n-1 വരും. അത് മാത്രമാണ് വ്യത്യാസം വരിക. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് തന്നെ കിട്ടും? πAB⁴ എന്ന് കിട്ടും. അപ്പോൾ നോക്കുക, ഇതിനകത്ത് π കോൺസ്റ്റൻ്റ് ആണ്, A കോൺസ്റ്റൻറ്റ്, B കോൺസ്റ്റൻറ്റ്, ലാംഡ എന്ന് പറയുന്നത് അതിൻ്റെ വേവ് ലെങ്ത് ആണ്. എല്ലാം കോൺസ്റ്റൻസ്. അതായത് n-നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്താ മീനിങ്? ഏത് ഓർഡർ സോൺ എടുത്താലും ആ സോണിൻ്റെ ഏരിയ എന്ത് തന്നെയാണ്? സെയിം ആണ്. ഏത് സോൺ, ഫസ്റ്റ് സോൺ എടുത്താലും സെക്കൻഡ് സോൺ എടുത്താലും തേർഡ് സോൺ എടുത്താലും ഏത് സോൺ എടുത്താലും ഏരിയ ഈസ് ഈക്വൽ. ഏരിയ ഈസ് ഈക്വൽ ടു πAB⁴ അത് എല്ലാത്തിനും ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത് പറഞ്ഞു തുടങ്ങിയത്? ഓരോ സോണിൽ നിന്നും ഒരു പോയിൻ്റ് പിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനാണ്. അത് എന്തിന് പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു? ഏരിയക്ക് പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എല്ലാ സോണിൻ്റെയും ഏരിയ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യേണ്ട? ഏരിയയുടെ വ്യത്യാസം. ഏരിയയ്ക്ക് വ്യത്യാസമില്ല. അപ്പോൾ എല്ലാ സോണിൽ നിന്നും വരുന്ന ലൈറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അതിൽ ഏരിയ ഡിപ്പെൻഡൻസ് നമുക്ക് ഒഴിവാക്കാം. കാരണം എല്ലാ സോണിൻ്റെയും ഏരിയ എന്താണ്? ഈക്വൽ ആണെന്നാണ് നമ്മളിപ്പോൾ എഴുതി വെച്ചത്. അപ്പോൾ ഇനി അടുത്ത രണ്ട് ഫാക്ടർ ഉണ്ടല്ലോ, ഡിസ്റ്റൻസ് ഓഫ് ദ സോൺ ഫ്രം പിയും ഒബ്ലിക്വിറ്റിയും. അത് രണ്ടും എങ്ങനെയായിരിക്കും? പിയിലേക്കുള്ള അകലം ഓരോ സോണിൽ നിന്നും ഇപ്പോൾ ഇത് തന്നെ കൺസിഡർ ചെയ്താൽ ഇങ്ങനെ സോൺസ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഇതാണ് പോയിൻ്റ് പി എങ്കിൽ പിയിലേക്കുള്ള അകലം n കൂടും, ഓർഡർ കൂടുന്നു, n ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ, മുകളിലോട്ട് n ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ n ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഇൻക്രീസിങ്. അതേപോലെ തന്നെ ഈ ചരിവ് n കൂടുന്നതിനനുസരിച്ച് കൂടി വരും. ഒബ്ലിക്വിറ്റി ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ സോണിൻ്റെ ഡിസ്റ്റൻസും കൂടുന്നുണ്ട്, ഒബ്ലിക്വിറ്റിയും കൂടുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കണം? എന്തായാലും ഫസ്റ്റ് സോണിൽ നിന്നും കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ് അത്രയും വരില്ല സെക്കൻഡ് സോണിൽ നിന്ന് വരുന്നത്. അതിനേക്കാളും കുറവായിരിക്കും തേർഡ് സോണിൽ നിന്ന് വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ഒരു വേവ് ഫ്രണ്ട് വരച്ചിട്ട് സോണായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് പോലെ അല്ല ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണിത്. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? ഓൾട്ടർനേറ്റ് സോൺസിനെ ഡാർക്കൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സോണ് ലൈറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ സെക്കൻഡ് സോണിൽ നിന്ന് ലൈറ്റ് കാണില്ല. പിന്നെ തേർഡ് സോണിൽ നിന്നേ വരുള്ളൂ. ഫോർത്ത് സോണിൽ നിന്ന് പിന്നെയും ഇല്ല. കാരണം ഓൾട്ടർനേറ്റ് സോൺസ് ഡാർക്കൻഡ് ആയിരിക്കും. ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നാണ് സോൺ പ്ലേറ്റ്. അതെപ്പോഴും ഓർക്കുക. സാധാരണ കേസിൽ പറയുന്ന പോലെയല്ല. നമ്മൾ ഇതുവരെ പറഞ്ഞ വേവ് ഫ്രണ്ട് പല സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് പോലെയല്ല ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സോൺ പ്ലേറ്റ്. അതിൻ്റെ ഓൾട്ടർനേറ്റ് സോൺസ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ഡാർക്കൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മളിപ്പോൾ ചെയ്തപ്പം കണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. എങ്ങനെ ഏതൊക്കെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ് പി എന്ന പോയിന്റിൽ ഇൻറ്റൻസിറ്റിയെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഏരിയയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് കളയാം, കാരണം ഏരിയ എല്ലായിടത്തും ഒരുപോലെ. പിന്നെ ഡിസ്റ്റൻസ് n കൂടുമ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നുണ്ട്, അതേപോലെ ഒബ്ലിക്വിറ്റി കൂടുന്നുണ്ട്. അതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് കുറയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓരോ സോൺ ഓർഡർ കൂടുന്തോറും ആ സോണിൽ കൊണ്ട് ആ പോയിന്റിലേക്ക് കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. അതായത് ഫസ്റ്റ് സോണ് ഇപ്പോൾ D1 ആണ് കോൺട്രിബ്യൂഷൻ എങ്കിൽ
തേർഡ് സോണിൽ നിന്ന് വരുന്ന കോൺട്രിബ്യൂഷൻ D3 ആണെങ്കിൽ D1 വിൽ ബി ഗ്രേറ്റർ ദാൻ D3. അതേപോലെ അടുത്ത പിന്നെ എവിടെ നിന്നാണ് വരിക, ഫിഫ്ത്ത് സോണിൽ നിന്നാണ്, അത് D5 ആണെങ്കിൽ D1 വിൽ ബി ഗ്രേറ്റർ ദാൻ D3, ഗ്രേറ്റർ ദാൻ D5, ഗ്രേറ്റർ ദാൻ D7, അത്തരത്തിൽ പോകും. ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും കൂടുതൽ N ഓർഡർ കുറഞ്ഞ സോൺസിൽ നിന്നായിരിക്കും ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ കോൺട്രിബ്യൂഷൻ വരിക. അപ്പോൾ ആ കാര്യം കൂടെ ഓർക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് സോൺ പ്ലേറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, പോസിറ്റീവ് സോൺ പ്ലേറ്റ് കൊണ്ട് പോയിൻ്റ് Pയിൽ കിട്ടുന്ന റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡിനെ എങ്ങനെ എഴുതാം? പോസിറ്റീവ് സോൺ പ്ലേറ്റ് ആകുമ്പോഴത്തേക്ക് ഓഡ് സോൺസ് ട്രാൻസ്പെറൻറ്റും ഈവൻ സോൺസ് ഡാർക്കൻഡും ആയിരിക്കും. അപ്പോൾ ഡാർക്കൻഡ് സോൺസിൻ്റെ കോൺട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യണ്ട. അപ്പോൾ D2, D4, D6 ഒന്നും തന്നെ കാണൂല. എന്തൊക്കെ കാണും? D1, D3, D5 അതെല്ലാം കാണുള്ളൂ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് D1 + D3 + D5 + എക്സെട്ര ഓഡ് സോൺസിൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രമേ കാണുള്ളൂ. ഇനി നെഗറ്റീവ് സോൺ പ്ലേറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? A വിൽ ബി പ്രപ്പോർഷണൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു, അല്ലേ, ഈക്വൽ ടു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മായിരിക്കും, ആംപ്ലിറ്റ്യൂഡാണ് എഴുതുന്നത്. അപ്പോൾ നെഗറ്റീവ് സോൺ പ്ലേറ്റ് ആകുമ്പോൾ ഈവൻ സോൺസ് ട്രാൻസ്പെറൻറ്റും ഓഡ് സോൺസ് ഡാർക്കൻഡും ആണ്. അപ്പോൾ എന്തൊക്കെ കിട്ടും? -D2 + D4 + D6 + D8 + എക്സെട്ര. അപ്പോൾ ഈ രണ്ട് ടേം നോക്കിയാലും, ഈ ആദ്യം എടുത്ത പോസിറ്റീവ് സോൺ പ്ലേറ്റിലെ ആംപ്ലിറ്റ്യൂഡ് നോക്കിയാലും നെഗറ്റീവ് സോൺ പ്ലേറ്റിലെ ആംപ്ലിറ്റ്യൂഡ് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഈ കംപ്ലീറ്റ് സോൺസ് എക്സ്പോസ്ഡ് ആയിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡായിട്ടുള്ള D1/2 കൂടുതലാണ് നെഗറ്റീവ് സോൺ പ്ലേറ്റിൻ്റെയും പോസിറ്റീവ് സോൺ പ്ലേറ്റും കൊണ്ട് കിട്ടുന്ന ഇൻറ്റൻസിറ്റി. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, എല്ലാ സോൺസും ഓപ്പൺ ആയിരുന്നു അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിരുന്നുവെങ്കിൽ ഒരു സോണും തന്നെ ഡാർക്കൻഡ് ആയിരുന്നില്ല. എല്ലാ സോൺസും ട്രാൻസ്പെറൻ്റ് ആണ്, എല്ലാ സോൺ വഴിയും ലൈറ്റ് പോകുന്നുണ്ട്, എല്ലാ സോൺസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് D1/2 ആണ്, അല്ലേ? ഇത് നിങ്ങൾ എങ്ങനെയാണ് കിട്ടിയെന്ന് ഓർമ്മയുണ്ടോ? D1 - D2 + D3 - D4 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, മുന്നത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, പ്ലസ് എക്സെട്ര. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് ഓരോന്നും ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോലെയാണ് വരിക. അതായത് D2 വിൽ ബി ഈക്വൽ ടു D1 + D3/2, അല്ലേ? അത്തരത്തിൽ പറഞ്ഞു. രണ്ട് സോൺസിൻ്റെ 3 സോൺസ് A, B, C ഇത് മൂന്നും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വഴി പോകുന്നതാണെങ്കിൽ B വിൽ ബി ഈക്വൽ ടു A + C/2. അതേ റിലേഷനാണ് ഇവിടെയും. അടുത്തടുത്തുള്ള സോൺസിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് തമ്മിലുള്ള റിലേഷൻ ജോമെട്രിക് പ്രോഗ്രഷൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോലെയാണ്. അപ്പോൾ അത്തരത്തിലാണ് നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് D1/2 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടണമെങ്കിൽ എല്ലാ സോൺസും എക്സ്പോസ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ എല്ലാ സോൺസും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുക D1/2 എന്നാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഓൾട്ടർനേറ്റ് സോൺസിനെ ഡാർക്കൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒന്നുകിൽ D1 + D3 + D5 അങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ D1 അല്ലെങ്കിൽ D2 + D4 + D6 അങ്ങനെ പോകുന്നു. അപ്പോൾ രണ്ട് കേസ് നമ്മൾ എടുത്താലും, അതായത് ഓൾട്ടർനേറ്റ് സോൺസ് ഡാർക്കൻ ചെയ്തിരിക്കുന്ന രണ്ട് കേസിലും പോസിറ്റീവ് ടേംസ് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക, രണ്ട് കേസിലും പോസിറ്റീവ് ടേംസ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് ടേംസ് ഇല്ല. അപ്പോൾ നമുക്ക് എന്തു മനസ്സിലാക്കാം? കംപ്ലീറ്റ് സോൺസ് എക്സ്പോസ്ഡ് ആയിരിക്കുമ്പോൾ കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡിനേക്കാളും വളരെ കൂടുതലാണ് ഓൾട്ടർനേറ്റ് സോൺസ് ഡാർക്കൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ്, അല്ലേ? അതായത് സോൺ പ്ലേറ്റിലെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിരിക്കും. കാരണം ഓൾട്ടർനേറ്റ് സോൺസിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഡാർക്കൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് സോഴ്സ് ഓഫ് ലൈറ്റിൻ്റെ ഒരു ബ്രൈറ്റ് ഇമേജ് നമുക്ക് കിട്ടുന്നത്. The point P will be sufficiently bright and can be said to be an image of S. അപ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് വളരെ കൂടുതലാണ്, നോർമലായിട്ട് കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡിനേക്കാളും കൂടിയ ഒരു ആംപ്ലിറ്റ്യൂഡാണ് ഒരു സോൺ പ്ലേറ്റ് അതിനിടയിൽ വെച്ചാൽ നമുക്ക് കിട്ടുന്നത്.
അതായത് ഈ d1/2 എപ്പോഴാണ് കിട്ടുന്നത്? ഇതിനിടയിൽ ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ല. വേവ് ഫ്രണ്ട് ഡയറക്റ്റായിട്ട് എസ്സിൽ നിന്നും പിയിലേക്ക് എത്തുന്നു അല്ലേ? അതാണ് നമ്മൾ സാധാരണ ഒരു സോൺ, നമ്മളൊരു ഇമാജിനറി ഫ്രെനൽ സോൺസ് എല്ലാം കൺസിഡർ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ എത്ര ഇൻറ്റൻസിറ്റി വരാൻ പാടുള്ളൂ? d1/2 വരാൻ പാടുള്ളൂ. അതിന് പകരമായിട്ട് നമ്മൾ ഈ ലൈറ്റ് പോകുന്ന പാത്തിൻ്റെ ഇടയിൽ എന്ത് വെച്ചിരിക്കുന്നു? ഇപ്പോൾ ഒരു സോൺ പ്ലേറ്റ് വെച്ചു. അങ്ങനെ ഒരു സോൺ പ്ലേറ്റ് വെച്ചപ്പോൾ അവിടെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന d1/2-നേക്കാളും കൂടിയ ഒരു ആംപ്ലിറ്റ്യൂഡ്, അത് d1 + d3 + d5 ആകാം, അല്ലെങ്കിൽ d2 + d4 + d6 ആകാം. ഏത്തരത്തിലായാലും കൂടിയ ഒരു ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നു. അതായത് നമ്മളൊരു സോഴ്സ് ഓഫ് ലൈറ്റിനെയാണ് വെച്ചത്. എസ് എന്ന പോയിന്റിൽ ഒരു പി അകലത്തിൽ നമുക്ക് എന്ത് കിട്ടി? മറ്റൊരു ബ്രൈറ്റ് ഇമേജ് അല്ലെങ്കിൽ ബ്രൈറ്റ് സ്പോട്ട് നമുക്ക് കിട്ടി. എസിൻ്റെ ഇമേജ് നമുക്ക് എവിടെ കിട്ടി? ആ പോയിന്റ് പിയിലേക്ക് കിട്ടി അല്ലേ? അതാണ് ആ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് കിട്ടിയാണ്. അത് എന്തിൻ്റെ ഈ സോഴ്സിൻ്റെ ഇമേജ് ആയിട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സോൺ പ്ലേറ്റിൻ്റെ ഫോക്കസിങ് ആക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഇക്വേഷൻ നോക്കുക. ഇതിനകത്ത് എനിക്ക് 1/a + 1/bനെ എങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറയാമോ? 2 ക്യാൻസൽ ആകും. n λ/rn² എന്ന് എഴുതാം അല്ലേ? 1/a + 1/b ക്യാൻ ബി റിട്ടൺ ആസ് n λ/rn². ഇനി സൈൻ കൺവെൻഷൻ ഉപയോഗിക്കുകയാണെന്ന് വിചാരിച്ചു. സൈൻ കൺവെൻഷൻ എന്താ പറയുന്നത്? ലൈറ്റ് പോകുന്ന ഡയറക്ഷനിലുള്ള ക്വാണ്ടിറ്റീസിനെ പോസിറ്റീവായിട്ടും ഓപ്പോസിറ്റായിട്ട് എടുക്കുന്നതിനെ നെഗറ്റീവായിട്ടും എടുക്കണം. അപ്പോൾ ലൈറ്റ് റേ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ബി ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് എ ഇങ്ങോട്ടല്ലേ മെഷർ ചെയ്യുന്നത്, അതുകൊണ്ട് അതിനെ നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ സൈൻ കൺവെൻഷനും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? -1/a + 1/b = അല്ലെങ്കിൽ നമുക്കിതെല്ലാം കൂടെ ക്ലിയർ ചെയ്യാം, ഒരു കൺഫ്യൂഷൻ വരണ്ട. 1/a -i + 1/b = n λ/rn². ഇതേപോലെ ഒരു ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലെൻസിനകത്ത് വേർ വി റൈറ്റ് -1/u + 1/v = 1/f. ഇത് രണ്ടും ഒരേപോലെയുള്ള ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഓക്കെ, ഇതെന്താ? ഇത് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ലെൻസിൽ നിന്നും. ഇത് ലെൻസിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതും അത് തന്നെയല്ലേ? ഇത് സോഴ്സിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇത് നമ്മുടെ പോയിന്റ് പി, ഇമേജ് കണ്ട പോയിന്റ് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് ലെൻസിൻ്റെ ഇക്വേഷനാണ്. ഇത് നമ്മളിപ്പോൾ എഴുതിയ സോൺ പ്ലേറ്റിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാകും ഇത് രണ്ടും ഒരേപോലെ കാണുന്നു. അപ്പോൾ ലെൻസ് അല്ലെങ്കിൽ സോൺ പ്ലേറ്റ് ആക്ട്സ് ലൈക്ക് എ ലെൻസ് വിത്ത് എ ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു rn²/n λ. സോൺ പ്ലേറ്റിൻ്റെ ഇക്വേഷനും നമ്മുടെ ലെൻസിൻ്റെ ഇക്വേഷനും കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഫോക്കൽ ലെങ്ത് rn²/n λ എന്ന് കിട്ടി. ഈ എഫിനെ വിളിക്കും പ്രിൻസിപ്പൽ ഫോക്കൽ ലെങ്ത് ഓഫ് സോൺ പ്ലേറ്റ്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. നമ്മുടെ സോഴ്സിൻ്റെ ഒരു ബ്രൈറ്റ് ഇമേജ് നമുക്ക് സോൺ പ്ലേറ്റിൻ്റെ അപ്പുറം വശം കിട്ടുന്നുണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് rn²/n λ. ഒരു ലെൻസിൻ്റെ കേസിൽ, അതായത് ഇതാണ് നമ്മുടെ ലെൻസ് എങ്കിൽ, ഒരു ഫോക്കൽ ലെങ്തിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പാരലൽ റേസിനെ എന്ത് ചെയ്യുന്നു? ഫോക്കസിലേക്ക് കൺവേർജ് ചെയ്യുന്നു അല്ലേ? ഇത്തരത്തിലാണ് നമ്മൾ ഫോക്കസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറ്റ ഫോക്കൽ ലെങ്ത് മാത്രമേ കാണുള്ളൂ അല്ലേ? ഒരു ഫോക്കസ് മാത്രമേ കാണുള്ളൂ. പക്ഷേ സോൺ പ്ലേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫോക്കൽ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ഒരുപാട് പോയിൻറ്റ്സിൽ ഇമേജ് ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ കേസ് ഓർക്കുക, ലെൻസിൻ്റെ കേസിൽ ഒരൊറ്റ ഫോക്കസേ ഉള്ളൂ. ഇതിന് പകരം ലെൻസിന് പകരം ഞാൻ ഒരു സോൺ പ്ലേറ്റ് വെക്കുകയാണെന്ന് വിചാരിച്ചു. ഇതാണ് സോൺ പ്ലേറ്റ് എങ്കിൽ, ഇതാണ് നമ്മുടെ സോഴ്സ് ഓഫ് ലൈറ്റ് എങ്കിൽ,
ഒരുപാട് പോയിൻറ്റ്സിൽ ഈ സോഴ്സ് ഓഫ് ലൈറ്റിൻ്റെ ഇമേജ് എനിക്ക് ഒരു സ്ക്രീൻ വെച്ച് അതിൽ പതിപ്പിക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് പറയാം ഒരുപാട് ഫോക്കസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഫോസൈ. ഫോക്കസിൻ്റെ പ്ലൂറൽ ഫോമാണ് ഫോസൈ. അപ്പോൾ ഒരുപാട് ഫോസൈ ഉണ്ട്. അതുകൊണ്ട് അടുത്ത ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നത് മൾട്ടിപ്പിൾ ഫോസൈ ഓഫ് സോൺ പ്ലേറ്റ്. In case of a zone plate, there are a number of foci between the position of zone plate and screen. അപ്പോൾ സ്ക്രീനിനും സോൺ പ്ലേറ്റിനും ഇടയിൽ ഇങ്ങനെ ഒരു സ്ക്രീനും ഒരു സോൺ പ്ലേറ്റും വെച്ചു. ഇവിടെ ഒരു സ്ക്രീനും ഉണ്ടെങ്കിൽ ഇതിനിടയിൽ ഒരുപാട് പോയിൻറ്റ്സിൽ എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് ഇമേജ് ഫോം ചെയ്യിക്കാനായിട്ട് പറ്റും. ആ പോയിൻറ്റുകളെല്ലാം എന്ത് തന്നെയാണ്, ഫോക്കസ് ആണ്. ഓരോ പോയിൻറ്റും ഓരോ ഫോക്കസാണ്. ഇനി ഈ ഫോക്കസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇതിനകത്ത് സോൺസിനെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഓരോ സോണിനകത്തും ഓഡ് സോൺസ് വരണം. ഓരോ സോണിനകത്തും ഓഡ് ഹാഫ് പീരീഡ് എലമെൻറ്റ്സ് വരുന്ന രീതിയിലുള്ള പൊസിഷൻസിലാണ് നമുക്ക് ഈ ഫോക്കസുകൾ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇതൊരു പോയിൻ്റ് പി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഒരു വേവ് ഫ്രണ്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. ആ വേവ് ഫ്രണ്ടിനെ എനിക്ക് എന്ത് ചെയ്യാം, ഫ്രനൽ സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ ഫ്രനൽ ഹാഫ് പീരീഡ് എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അത് സംശയമുള്ള കാര്യമല്ലല്ലോ, ആദ്യമേ പഠിച്ചൊരു കാര്യമാണ്. ഞാനിപ്പോൾ പറയുന്നത് സോൺ പ്ലേറ്റിൻ്റെ കാര്യമല്ല, ഒരു വേവ് ഫ്രണ്ടിനെ പല ഹാഫ് പീരീഡ് സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഹാഫ് പീരീഡ് സോണുകളുണ്ട്. ഇനി ഈ സ്ക്രീൻ, ഈ പി എന്ന് പറയുന്നത് എൻ്റെ സ്ക്രീനിൻ്റെ പൊസിഷനാണ്. ഈ സ്ക്രീനിൻ്റെ പൊസിഷൻ ഞാൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെയുള്ള ഹാഫ് പീരീഡ് സോൺസിൻ്റെ എണ്ണം മാറും അല്ലേ. കാരണം ഈ ഹാഫ് പീരീഡ് സോൺസിനെ ഞാൻ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്, ഇത് ബി ആണെങ്കിൽ ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്പിയർ വരയ്ക്കും. ആ സ്പിയറിൻ്റെ റേഡിയസ് ബി പ്ലസ് ലാംഡ ബൈ 2 ആയിരിക്കും. അടുത്ത സ്പിയർ ബി പ്ലസ് 2 ലാംഡ ബൈ 2 ആയിരിക്കും. ഇത്തരത്തിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചിട്ട് ഈ റേഡിയസ് മാറിക്കൊണ്ടിരിക്കും. ഈ സോണുകളുടെ എണ്ണം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഈ വേവ് ഫ്രണ്ട് ഞാൻ കൺസിഡർ ചെയ്ത അടുത്താണ് ഇപ്പോൾ എന്തിരിക്കുന്നത്, സോൺ പ്ലേറ്റ് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, ഈ സോൺ പ്ലേറ്റിൽ ഓരോ സോണിനകത്തും ഒരുപാട് ഹാഫ് പീരീഡ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ. ഏത്, ഞാൻ ഈ പറഞ്ഞ ഹാഫ് പീരീഡ് എലമെൻറ്റ്സുകൾ എപ്പോഴും ഉള്ള കാര്യമാണ്. അപ്പോൾ ഇതേപോലെ ഈ സോൺ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാലും ആ സോൺ പ്ലേറ്റിനകത്ത് എന്ത് കാണും, ഇതേപോലെ ഹാഫ് പീരീഡ് എലമെൻറ്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഓരോ എക്സ്പോസ്ഡ് സോൺസിൽ നിന്നും ഞാനിപ്പോൾ ഇതിന് പകരം ഞാനിപ്പോൾ സോൺ പ്ലേറ്റ് ആണ് വെക്കുന്നതെങ്കിൽ, ഇതാണ് എൻ്റെ സോൺ പ്ലേറ്റ് എങ്കിൽ, ഇതിപ്പോൾ ഞാൻ ഓൾട്ടർനേറ്റ് സോൺസിനെ ഡാർക്കൻ ചെയ്തപ്പോൾ ഇതാണ് ഡാർക്കൻഡ് ആയത്. അപ്പം എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് ഓഡ് സോൺസ് ആണെന്ന് വിചാരിച്ചു. ഈ ഓഡ് സോണിനകത്ത് ഓഡ് നമ്പർ ഓഫ് ഹാഫ് പീരീഡ് എലമെൻറ്റ്സ് ആണ് വന്നതെന്ന് വിചാരിച്ചു. ഓഡ് നമ്പർ ഓഫ് ഹാഫ് പീരീഡ് എലമെൻറ്റ്സ് വന്നെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും, ബ്രൈറ്റ് ആയിരിക്കും. ഇവിടുന്ന് ഒരു നെറ്റ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ പോയിന്റിൽ പിയിലേക്ക് ഒരു ബ്രൈറ്റ് സ്പോട്ട് കാണാനായിട്ട് സാധിക്കും. അഥവാ ഇതിലൊരു ഈവൻ നമ്പർ ഓഫ് സോൺസ് ആണ് വന്നതെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ ഓഡ് സോൺ, ഓഡ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഓഡ് സോണിനകത്ത് ഈവൻ നമ്പർ ഓഫ് ഹാഫ് പീരീഡ് എലമെൻറ്റുകൾ വന്നു എങ്കിൽ, ഇപ്പോൾ ഞാൻ വേറൊരു ഇതുകൊണ്ട് C1 C2 ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വിചാരിച്ചു. വേവ് ഫ്രണ്ടിനെ സോണുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് C1 C2 C3 അങ്ങനെയാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഈ സോൺ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞപ്പം ഫസ്റ്റ് സോണിനകത്ത് C1ഉം C2ഉം വന്നു. സെക്കൻഡ് സോണിനകത്ത് C3യും C4ഉം വന്നെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സോണിൽ C1 C2 അല്ലേ വന്നത്. അതെങ്ങനെയായിരിക്കും നമുക്കറിയാം, അടുത്തടുത്തുള്ള സോൺസിൽ നിന്നും λ/2 പാത്ത് ഡിഫറൻസ് വരുന്നതുകൊണ്ട് ഡിഫറൻസ് എടുക്കണം, C1 - C2. അതുകൊണ്ട് ഈ ഫസ്റ്റ് സോണിൽ നിന്ന് വരുന്ന കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. അതേപോലെ തന്നെ സെക്കൻഡ് സോൺ ഡാർക്കൻഡ് ആണ് അല്ലേ. പിന്നെ വരുന്നത് തേർഡ് സോണിൽ നിന്ന് ഇതേപോലെ തന്നെ
C5 മൈനസ് C6 ആയിരിക്കും. അപ്പോൾ അവിടെയും ആംപ്ലിറ്റ്യൂഡ് കുറവ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത് എങ്കിൽ എന്തായിരിക്കില്ല, നമ്മൾ ഈ കിട്ടുന്ന P എന്ന പോയിന്റിൽ ആംപ്ലിറ്റ്യൂഡ് വളരെ ചെറുതായിരിക്കും, ഡാർക്കായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് ഇമേജായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അല്ലാതെ ഈ സോൺസിനകത്ത് ഓരോ സോൺ പ്ലേറ്റിലെ ഓരോ സോണിനകത്തും ഓഡ് നമ്പർ ഓഫ് ഹാഫ് പീരീഡ് എലമെൻറ്റ്സ് ആണ് വരുന്നതെങ്കിൽ, ഒന്നുകൂടെ പറയാം, ഓരോ സോൺ പ്ലേറ്റ് റീജിയണിനകത്തും ഓഡ് നമ്പർ ഓഫ് ഹാഫ് പീരീഡ് എലമെൻറ്റ്സ് ആണ് വരുന്നതെങ്കിൽ, അതായത് ഫസ്റ്റ് സോണിനകത്ത് C1 മൈനസ് C2 പ്ലസ് C3, അതേപോലെ അടുത്ത എക്സ്പോസ്ഡ് ആയിട്ടുള്ള തേർഡ് സോണിൽ നിന്നും അടുത്ത ഏത് വരും, C7 മൈനസ് C8 പ്ലസ് C9. അപ്പോൾ എന്ത് കിട്ടും, ഒരു നെറ്റ് ആംപ്ലിറ്റ്യൂഡ് ഓരോ സോണിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ Pയിൽ എന്ത് കിട്ടും, ഒരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടും. അപ്പോൾ ഓർക്കുക, ഒറ്റ സോണാണ് വരുന്നതെങ്കിൽ, ഒരു ഒറ്റ സോണല്ല, ഒരു സോണിനകത്തുനിന്ന് ഒരു ഹാഫ് പീരീഡ് എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിലാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുക. 2 ഹാഫ് പീരീഡ് എലമെൻറ്റ്സ് വന്നാൽ മിനിമമായി, 3 ഹാഫ് പീരീഡ് എലമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഉണ്ട്, എന്നാലും ഒരു ഹാഫ് പീരീഡ് എലമെൻ്റ് ഉള്ളതിന് കേസിനേക്കാളും കുറവായിരിക്കും ഇൻറ്റൻസിറ്റി. അതേപോലെ 4 ഹാഫ് പീരീഡ് എലമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി 0 ആകും. 5 ഹാഫ് പീരീഡ് എലമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഈ 1 മാത്രമുള്ളതിനേക്കാളും 3 മാത്രമുള്ളതിനേക്കാളും കുറഞ്ഞ ഇൻറ്റൻസിറ്റി ആയിരിക്കും Pയിലേക്ക് കിട്ടുന്നത്. അത്തരത്തിൽ ഓഡ് ഹാഫ് പീരീഡ് എലമെൻറ്റ്സ് സോൺ പ്ലേറ്റിന് സോണിനകത്ത് വരുന്ന രീതിയിൽ വരുന്ന പോയിൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫോസൈ എന്ന് വിളിക്കുന്നത്. അവിടെയെല്ലാം നമുക്ക് ബ്രൈറ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഈ സോഴ്സിൻ്റെ ഇമേജ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർക്കുക, സ്ക്രീൻ ഇങ്ങനെ ഓരോ പോയിന്റിൽ മൂവ് ചെയ്ത് നമ്മൾ വെക്കുന്നത്, ഓരോടത്ത് മാറ്റുന്നതിനനുസരിച്ചിട്ട് ഓരോ സോണിനകത്തെയുമുള്ള ഹാഫ് പീരീഡ് എലമെൻസിൻ്റെ എണ്ണം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏതൊക്കെ പൊസിഷനിലാണോ ഈ ഹാഫ് പീരീഡ് ഈ സോണിനകത്തുള്ള നമ്പർ ഓഫ് ഹാഫ് പീരീഡ് എലമെൻറ്റ്സ് ഓഡ് നമ്പർ ആകുന്നത്, ആ പോയിൻ്റ് എന്തായിരിക്കും, ഒരു ഫോക്കസ് ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ഓർക്കുക, നമ്മൾ ഈ സോൺ പ്ലേറ്റിൽ നിന്നും സ്ക്രീന് ഓരോ അകലത്തിലേക്ക് വെക്കുക അല്ലേ. അപ്പോൾ ഈ അകലം, ഇത് തമ്മിലുള്ള ഈ സോൺ പ്ലേറ്റും സ്ക്രീനും തമ്മിലുള്ള അകലം മാറുന്നതിനനുസരിച്ച് സോൺ പ്ലേറ്റിനകത്തുള്ള ഹാഫ് പീരീഡ് എലമെൻസിൻ്റെ എണ്ണം ചേഞ്ച് ചെയ്യും. അപ്പോൾ ഏതൊക്കെ പൊസിഷനിൽ വെക്കുമ്പോഴാണോ ഈ സോൺ ഹാഫ് പീരീഡ് എലമെൻസിൻ്റെ എണ്ണം ഓഡ് നമ്പർ ആകുന്നത്, ആ പൊസിഷൻസ് എല്ലാം എന്താണ്, ഫോക്കസ് ആണ്. ആ പോയിൻറ്റ്സിലെല്ലാം നമുക്ക് സോഴ്സിൻ്റെ ബ്രൈറ്റ് ഇമേജ് കിട്ടുന്നു. അപ്പോൾ ഏറ്റവും ബ്രൈറ്റ് ഇമേജ് എപ്പോഴാണ് കിട്ടുക, ഒരു ഹാഫ് പീരീഡ് എലമെൻറ്റ് മാത്രം സോണിൽ വരുമ്പോൾ അല്ലേ. അതായത് ഫസ്റ്റ് സോൺ എടുത്തു, അതിനകത്ത് ഫസ്റ്റ് ഹാഫ് പീരീഡ് എലമെൻറ്റ് മാത്രം വരുന്നു. അതേപോലെ തേർഡ് സോൺ എടുത്തു, അതിനകത്ത് തേർഡ് ഹാഫ് പീരീഡ് എലമെൻറ്റ് മാത്രം വരുന്നു, ഒരൊറ്റ ഹാഫ് പീരീഡ് എലമെൻറ്റ് മാത്രം വരുന്നു. ആ കേസിലായിരിക്കും മാക്സിമം ബ്രൈറ്റ്നസ് കിട്ടുന്നത്. അപ്പോൾ അതിനെ വിളിക്കും, അപ്പോൾ അതൊരു പർട്ടിക്കുലർ പോയിൻ്റാണ്, ആ പോയിൻറ്റിനെ നമ്മൾ വിളിക്കും പ്രിൻസിപ്പൽ ഫോക്കൈ. പിന്നെ അങ്ങോട്ട് ഇപ്പോൾ 3 എണ്ണം വരുന്നു, പിന്നെ 5 എണ്ണം വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ബ്രൈറ്റ് സ്പോട്ട് കിട്ടുന്നുണ്ടെങ്കിലും എങ്ങനെ കിട്ടും, ബ്രൈറ്റ്നസ് കുറഞ്ഞു വരും അല്ലേ. നമ്മൾ എഴുതിയൊരു കാര്യമാണ്. അപ്പോൾ 1 ഉള്ളുവെങ്കിൽ C1 മാത്രമേ വരുള്ളൂ, അപ്പോൾ അത് ബ്രൈറ്റാണ്. 3 എണ്ണം ഉണ്ടെങ്കിൽ C1 മൈനസ് C2 പ്ലസ് C3 ആണ്, അപ്പോൾ ഇൻറ്റൻസിറ്റി കുറഞ്ഞു. 5 എണ്ണം ഉണ്ടെങ്കിൽ C1 മൈനസ് C2 പ്ലസ് C3 മൈനസ് C4 പ്ലസ് C5. അപ്പോൾ ഇൻറ്റൻസിറ്റി ഉണ്ടെങ്കിലും പിന്നെയും ഇൻറ്റൻസിറ്റി 0 അല്ലെന്നേ ഉള്ളൂ, പക്ഷേ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ ഇതിനകത്തുള്ള ഹാഫ് പീരീഡ് എലമെൻസിൻ്റെ എണ്ണം കൂടുന്തോറും, അല്ലെങ്കിൽ ഓഡ് നമ്പർ എണ്ണം കൂടുന്തോറും, ഈവൻ ആണെങ്കിൽ എന്തായാലും അത് ഡാർക്കാണ്, അത് ഫോക്കസ് അല്ല. ഓഡ് നമ്പർ ആണെങ്കിൽ ഇതിൻ്റെ എണ്ണം കൂടുന്തോറും എന്തായിക്കൊണ്ടിരിക്കും, ബ്രൈറ്റ്നസ് കുറഞ്ഞു വരും. അപ്പോൾ ഈ കേസാണ് ഏതിൻ്റെ കേസ്, പ്രിൻസിപ്പൽ ഫോക്കയുടെ കേസ്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം.
ഈച്ച് ഫോക്കസ് കറസ്പോണ്ട്സ് ടു ദ പൊസിഷൻ വെയർ വിത്ത് റെഫറൻസ് ടു പി an odd number of half period elements can be constructed on each zone. As the screen is moved nearer to the zone plate, the area of the half period elements decreases and more half period elements can be present on each zone. അപ്പം നമ്മൾ സോൺ പ്ലേറ്റിനടുത്തേക്ക് സ്ക്രീനിനെ മൂവ് ചെയ്യിച്ചുകൊണ്ട് വരും തോറും ഹാഫ് പീരീഡ് എലമെൻസിൻ്റെ ഏരിയ കുറഞ്ഞു വരും. അപ്പോൾ എന്താണ് അതിൻ്റെ ഇഫക്റ്റ്? ഓരോ സോണിലും സോൺ പ്ലേറ്റിലെ ഓരോ സോണിലും കൂടുതൽ ഹാഫ് പീരീഡ് എലമെൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇഫ് PM is the position of the screen when 2m-1 half period elements can be present on each zone, the focal length of the zone plate is given by Fm is equal to Rn square by 2m-1 n lambda. അതായത് സോൺ പ്ലേറ്റ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ പോയിൻ്റ് PM. ഓക്കെ, ഇതിൽ ഓരോ സോണിനകത്തും ഇതാണ് ഫസ്റ്റ് എക്സ്പോസ്ഡ് സോണെങ്കിൽ അതിനകത്ത് 2m-1 നമ്പർ ഓഫ് ഹാഫ് പീരീഡ് എലമെൻറ്റ്സ് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്താണ്? ഇതൊരു ഫോക്കൽ ലെങ്ത് ആണ്. ആ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? Rn സ്ക്വയർ ബൈ 2m-1 n ലാംഡ. ഇതിലേക്ക് എമ്മിന് ഓരോ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ബ്രൈറ്റ് ഇമേജ് കിട്ടുന്ന ഡിഫറെൻറ്റ് പൊസിഷൻ കണ്ടുപിടിക്കാം. അതായത് ബ്രൈറ്റ് ഇമേജ് കിട്ടുന്ന ഡിഫറെൻറ്റ് പൊസിഷൻ എന്ന് വെച്ചാൽ ഫോസൈ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേരിയസ് ഫോക്കൽ ലെങ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. F1 ഈസ് ഈക്വൽ ടു Rn സ്ക്വയർ ബൈ n ലാംഡ. എം 1 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. ഇതെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. മാക്സിമം ബ്രൈറ്റ്നെസ് ആയിരിക്കും. അടുത്ത F2 n ഈസ് ഈക്വൽ ടു 2 ഇട്ട് കൊടുക്കുമ്പോൾ F2 കിട്ടും Rn സ്ക്വയർ ബൈ 3n ലാംഡ. ഇവിടെ കിട്ടുന്ന ഇൻറ്റൻസിറ്റിയേക്കാളും കുറവായിരിക്കും F2ന് കിട്ടുന്ന ഇൻറ്റൻസിറ്റി. F3 എന്ന് പറയുന്നത് Rn സ്ക്വയർ ബൈ 5n ലാംഡ. 3m ഈക്വൽ ടു 3 ഇട്ട് കൊടുക്കുന്നതാണ്. F1ൽ കിട്ടുന്ന ഇൻറ്റൻസിറ്റിയേക്കാളും F2ൽ കിട്ടുന്നതിനേക്കാളും ഇൻറ്റൻസിറ്റി കുറവായിരിക്കും F3ൽ കിട്ടുന്ന ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോസൈ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോൺ പ്ലേറ്റിന് മൾട്ടിപ്പിൾ ഫോസൈ ഉണ്ട്, ഒരുപാട് ഫോക്കസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തും കുറയുന്നുണ്ട്? ബ്രൈറ്റ്നെസ്, ഇമേജിൻ്റെ ബ്രൈറ്റ്നെസ്സും കുറയുന്നതായിട്ട് കാണുന്നു. അതായത് ഫോക്കസ് കുറയുന്നു എന്ന് വെച്ചാൽ എന്താണ്? എമ്മിൻ്റെ വാല്യൂ കൂടുന്നു. അതായത് നമ്പർ ഓഫ് ഹാഫ് പീരീഡ് എലമെൻറ്റ്സ് ഇൻ ഈച്ച് സോൺ ഇൻക്രീസ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇമേജിൻ്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞുകൊണ്ടിരിക്കും.